നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ നിന്ന് ജനവിധി തേടും. ആരുടെയും പിന്തുണ ചോദിച്ചിട്ടില്ലെന്ന് ജി സുധാകരൻ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ജി സുധാകരന്റെ നിലപാട്. മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി എം എം മണി MLA. ചെങ്കുളം മൾട്ടി സ്പീഷ്യസ് മത്സ്യവിത്ത് ഫാമിന്റെ ഉദ്ഘാടന വേദിയിലാണ് എം എം മണിയുടെ രോഷപ്രകടനം. ഉദ്ഘാടനത്തിന് സജി ചെറിയാൻ നേരിട്ടെത്താത്തത് എം എം മണിയെ പ്രകോപിപ്പിച്ചു. പാചകവാതക പ്രതിസന്ധിയിൽ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ബദൽ മാർഗങ്ങളിലൂടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി എത്തിക്കുന്നുണ്ട് എന്നും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധം നടത്തി. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. LPG വിതരണക്കാരുടെ യോഗമാണ് ഓൺലൈനായി വിളിച്ചത്. സംസ്ഥാനത്ത് പലയിടത്തും പാചകവാതക ക്ഷാമം മൂലം ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഗ്യാസ് വിതരണം സുഗമമാക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ യോഗം ചർച്ച ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണം പാകം ചെയ്യാൻ വിറകടുപ്പ് ഉപയോഗിക്കാൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. നിലവിലെ പാചകവാതക പ്രതിസന്ധി പരിഗണിച്ചാണ് സംസ്ഥാനത്ത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ വിറകടുപ്പ് ഉപയോഗിക്കാമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിറക്കിയത്. ഇത് സംബന്ധിച്ച സർക്കുലർ സ്കൂളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന് കനത്ത തിരിച്ചടി. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടേശനെ ഹൈക്കോടതി നീക്കി. SNDP സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങളെയും ഹൈക്കോടതി അയോഗ്യരാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിച്ച കോൺഗ്രസ്. MP-മാർ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകും. K. സുധാകരനും അടൂർ പ്രകാശും മത്സരിച്ചേക്കും. 31 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയ്ക്ക് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. തനിക്കെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചനയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA. ഇതിനു പിന്നിൽ ആരെന്ന് പിന്നീട് വ്യക്തമാക്കുമെന്നും കടകംപള്ളി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടക്കം കടകംപള്ളിക്കെതിരായ ആരോപണങ്ങളിൽ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് പാർട്ടിയെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറിനോട് വിശദീകരണം തേടി പാർട്ടി. തപാലിലൂടെയാണ് വിശദീകരണം ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം നോട്ടീസ് നൽകിയത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിന്റെ ഉള്ളടക്കം. വിജയ് ചിത്രം ജനനായകന് വീണ്ടും തിരിച്ചടി. ചിത്രത്തിന്റെ പോസ്റ്റ് റിലീസ് OTT സ്ട്രീമിംഗ് കരാറിൽ നിന്ന് പ്രമുഖ പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോ പിന്മാറിയെന്ന് റിപ്പോർട്ട്. സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ 121 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം വാങ്ങിയിരുന്നത്. ക്ഷേത്രങ്ങളിലെ മൃഗബലിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. രാജ്യത്തെ ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന മൃഗബലി നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി മറുപടി തേടി. ഹർജിയിലെ ആവശ്യങ്ങളിൽ വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 4 ആഴ്ചത്തെ സമയം കോടതി അനുവദിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവെ ഹോർമൂസ് കടലിടുക്കിലും ഇറാഖിലെ ആഴക്കടൽ തുറമുഖമായ അൽഫോയ്ക്ക് സമീപവും ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ സേനയുടെ ആക്രമണം. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ ഉപയോഗിച്ചാണ് അൽഫോക് തുറമുഖത്തിന് സമീപം 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഒരു കപ്പൽ ജീവനക്കാരൻ മരിച്ചു. ഫാസ്റ്റ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.